ലേബർ വേരിയൻസ്. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് പഠിച്ചു. ഇനി നെക്സ്റ്റ് ലേബർ വേരിയൻസ്. ലേബർ വേരിയൻസ് എന്ന് പറയുന്നത് വെൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ ഡിഫേഴ്സ് ഫ്രം ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ, അതിനെയാണ് ലേബർ വേരിയൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 തരത്തിലുള്ള ലേബർ വേരിയൻസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്ന് ലേബർ കോസ്റ്റ് വേരിയൻസ്, ലേബർ റേറ്റ് വേരിയൻസ് ആൻഡ് ലേബർ എഫിഷ്യൻസി വേരിയൻസ്. ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ അലൗഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബറും ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ലേബർ റേറ്റ് വേരിയൻസ് എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് വേരിയൻസിൻ്റെ ഒരു പാർട്ടാണ്. അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് റേറ്റ് ആൻഡ് ആക്ച്വൽ റേറ്റ് ആണ്. അതായത് നമ്മൾ മറ്റേതിൽ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പറഞ്ഞതുപോലെ ഇവിടെ ലേബർ റേറ്റ് വേരിയൻസ്, അതിൻ്റെ ഇക്വേഷൻ ആക്ച്വൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. ഇനി ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ലേബർ കോസ്റ്റ് വേരിയൻസ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ലേബർ ഹവേഴ്സ് സ്പെസിഫൈഡ് ഫോർ ദ ആക്ച്വൽ ആക്ടിവിറ്റി അച്ചീവ്ഡ് ആൻഡ് ദ ആക്ച്വൽ ലേബർ ഹവേഴ്സ് എക്സ്പെക്റ്റഡ്. നമ്മൾ മറ്റേതിൽ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് പറഞ്ഞതുപോലെ ഇവിടെ ലേബർ എഫിഷ്യൻസി വേരിയൻസ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ടൈം. വളരെ സിമ്പിളാണ്. മെറ്റീരിയൽ വേരിയൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ലേബർ വേരിയൻസ് നമുക്ക് ക്ലിയർ ആയി. സോ ലേബർ വേരിയൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം? യൂസ് ഓഫ് ഇൻകറക്റ്റ് ഗ്രേഡ് ഓഫ് ലേബർ, ഇൻസഫിഷ്യൻറ്റ് ട്രെയിനിങ് ആവാം, ബാഡ് സൂപ്പർവിഷൻ ആവാം, ഇൻകറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആവാം, അല്ലെങ്കിൽ ബാഡ് വർക്കിംഗ് കണ്ടീഷൻ ആവാം, വർക്കേഴ്സ് ഡിസാറ്റിസ്ഫാക്ഷൻ ആവാം, ഡിഫക്റ്റീവ് എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീനറി ആവാം, റോങ് ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ്സ് ആവാം, എക്സസീവ് ലേബർ ടേൺ ഓവർ ആവാം, ആൻഡ് ഫിക്സേഷൻ ഓഫ് ഇൻകറക്റ്റ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. റീസൺസ് ഓഫ് ലേബർ വേരിയൻസ്. സോ നമ്മൾ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് ദ ലേബർ കോസ്റ്റ് വേരിയൻസ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് ഇത്രയും ഡാറ്റയെ തരുള്ളൂ. അതായത് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് എത്രയാണ്, റേറ്റ് എത്രയാണ്, ആക്ച്വൽ ഹവേഴ്സ് എത്രയാണ്, റേറ്റ് എത്രയാണ്. സോ ഇതിൽ നിന്ന് നമ്മൾ ലേബർ കോസ്റ്റ് വേരിയൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ലേബർ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? 40 × 3. ദെൻ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 60 × 4. സോ 120 മൈനസ് 40, 120 നെഗറ്റീവ് ആണ് നമുക്ക് ലേബർ കോസ്റ്റ് വേരിയൻസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ ഫിഗേഴ്സ് ഓഫ് എ ഫേം ആർ ആസ് അണ്ടർ. സ്റ്റാൻഡേർഡ് ടൈം ഫോർ ദി ജോബ് 1000 ഹവേഴ്സ് ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് 0.50. ആക്ച്വൽ ടൈം 900 ഹവേഴ്സ് ആണ്. ആക്ച്വൽ വേജസ് 360 ആണ്. സോ കമ്പ്യൂട്ട് ദ ലേബർ വേരിയൻസ്. ലേബർ വേരിയൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇതിലിപ്പോൾ നമുക്ക് ആക്ച്വൽ വേജസ് പെയ്ഡ് നമുക്ക് 3. സോ ഇവിടെ നമുക്ക് ആക്ച്വൽ വേജസ് തന്നിട്ടുള്ളത് നേരിട്ട് എമൗണ്ട് തന്നിട്ടുണ്ട്. അതായത് ആക്ച്വൽ കോസ്റ്റ് എന്നുള്ളത് നേരിട്ട് തന്നിട്ടുണ്ട്. ആക്ച്വൽ റേറ്റ് അല്ല തന്നിട്ടുള്ളത്. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ആക്ച്വൽ റേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ള സാധനങ്ങളുണ്ട്. കാരണം ആക്ച്വൽ ടൈം എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്, 900 ആണ്. ദെൻ ആക്ച്വൽ വേജസ് എന്ന് പറയുന്നത് 360 ആണ്. സോ 360 900 നമുക്കറിയാമെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 900 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 360 ഡിവൈഡഡ് ബൈ 900 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.40 കിട്ടും. അതായത് 0.40 ആണ് റേറ്റ് ആക്ച്വൽ റേറ്റ് പെർ ഹവർ. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ തന്നിട്ടുണ്ട് 0.50. പക്ഷേ ഇവിടെ ആക്ച്വൽ വേജസ് ടോട്ടൽ എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കുക. ലേബർ കോസ്റ്റ് വേരിയൻസിൽ നമ്മളുടെ ഇക്വേഷൻ എന്താ? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ. ഈ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട് 360 എന്നുള്ളത്. ഇനി നമുക്ക് ആക്ച്വൽ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ 360 ഡിവൈഡഡ് ബൈ 900 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതായത് 0.40 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ 140 പോസിറ്റീവാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ലേബർ നമ്മളോട് നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലേബർ റേറ്റ് വേരിയൻസ് ആണ്. സോ ലേബർ റേറ്റ് വേരിയൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. ഇവിടെ ലേബർ റേറ്റ് ആണ് വേണ്ടത്, ലേബർ മിക്സ് അല്ല. ലേബർ റേറ്റ് വേരിയൻസ് ആണ്. സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ദെൻ 900 ഇൻറ്റു 0.50 മൈനസ് 0.40. അപ്പോൾ 90 ഫേവറബിൾ കിട്ടി. ദെൻ നെക്സ്റ്റ് കേസ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. അവിടെ നമുക്ക് 50 ഫേവറബിൾ ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നോക്കൂ, 90 ഫേവറബിളും 50 ഫേവറബിളും കൂടെ കൂട്ടിയിട്ട്
നോക്കിയിട്ടുണ്ടെങ്കിൽ 140 ഫേവറബിൾ. അതായത് ലേബർ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു ലേബർ പ്രൈസ് വേരിയൻസ് പ്ലസ് ലേബർ എഫിഷ്യൻസി വേരിയൻസ്. The next, overhead variance. The term overhead, which comprises indirect material, indirect labor and indirect expenses, may relate to factory, office or selling and distribution. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മെറ്റീരിയൽ ലേബർ പോലെ വളരെ സിമ്പിൾ അല്ല ഓവർഹെഡ്. ഓവർഹെഡ് എന്ന് പറയുമ്പോൾ എല്ലാ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിനും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ കൂടിയിട്ടുള്ളതാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അത് ഇറ്റ് മേ ബി റിലേറ്റഡ് ടു ഫാക്ടറി ഓർ ഇറ്റ് മേ ബി റിലേറ്റഡ് ടു ഓഫീസ് അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടലാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ സം ഓഫ് വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് ആൻഡ് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ്. നമ്മൾക്ക് ഈ ഓവർഹെഡിനെ അപ്പം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, വേരിയബിൾ ഓവർഹെഡ് വേരിയൻസും അതേപോലെ തന്നെ ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസും. അതായത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ഓവർഹെഡ് കോസ്റ്റ് ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് ദ ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ് ഇൻകേർഡ്. എത്രയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, അതും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അവിടെ നമ്മൾ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഫിക്സഡ് വേരിയബിൾ ഓവർഹെഡും ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസും വേരിയബിൾ ഓവർഹെഡ് വേരിയൻസും രണ്ടായിട്ട് സെപ്പറേറ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് നോക്കാം. വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് വേരിയബിൾ ഓവർഹെഡ് അലൗഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ദ ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് ഇൻകേർഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ആൻഡ് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് ലേബർ പ്രൈസ് വേരിയൻസും ലേബർ എഫിഷ്യൻസി വേരിയൻസും തമ്മിലുള്ള അഡീഷനാണ്. അതേപോലെ ഇവിടെയും വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസും തമ്മിലുള്ള സമ്മാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫോർമുല എന്നുള്ളത് നോക്കാം. വെൻ ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് ഈസ് യൂസ്ഡ്, ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കുക? ചിലപ്പോൾ റേറ്റ് പെർ യൂണിറ്റ് നേരിട്ട് തരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് കിട്ടും. ഇനി സപ്പോസ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ ഹവർ ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് വേരിയൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഹവേഴ്സ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ ഹവർ മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ്. അതിൽ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ ഹവർ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഹവേഴ്സ്. വളരെ സിമ്പിളാണ്. ഇതിൽ ഇക്വേഷൻസ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു കോസ്റ്റ് വേരിയൻസ്. വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസും തമ്മിലുള്ള അഡീഷനാണ്. ഇനി എന്താണ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ ആക്ച്വൽ ഹവേഴ്സ് വർക്ക്ഡ് ഇൻ ടു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ ഹവർ മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫോർ ആക്ച്വൽ ഹവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ്. ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുകയേ മതിയാവുള്ളൂ. ദെൻ വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ്. എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേരിയബിൾ ഓവർഹെഡ് അലൗഡ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ദ വേരിയബിൾ ഓവർഹെഡ് അബ്സോർബ്ഡ് ത്രൂ പ്രൊഡക്ഷൻ. സോ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ മൈനസ് ആക്ച്വൽ ഹവേഴ്സ്. ഇനി ആക്ച്വൽ ഹവേഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫേവറബിൾ വേരിയൻസ് ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അൺഫേവറബിൾ വേരിയൻസ് ആയിരിക്കും. നമുക്കറിയാം പോസിറ്റീവും നെഗറ്റീവും വരുമ്പോൾ ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്നുള്ളത്. ദെൻ ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. From the following data, for the month of February, calculate overhead variance. Budgeted production for the month 150 units, budgeted variable overhead 3750, standard time for 1 unit 10 hours, actual production for the month 125 units, actual variable overhead 3600, actual hours worked 2250 hours. ഇതിൽ നിന്ന് നമ്മൾ ഓവർഹെഡ് വേരിയൻസസ് കണ്ടുപിടിക്കണം. സോ ഇവിടെ നോക്കുക, ഓവർഹെഡ് വേരിയൻസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ആ ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫിക്സഡ് വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ്.
ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ്. ഇതിൽ നമ്മൾ വേരിയബിളിന് പകരം ഫിക്സഡ് ഓവർഹെഡ് തമ്മിലുള്ള ആക്ച്വലിൻ്റെയും സ്റ്റാൻഡേർഡിൻ്റെ ഡിഫറൻസിനെയാണ് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ്. ഇത് ആക്ച്വൽ ഓവർഹെഡ് കുറവാണെന്നുണ്ടെങ്കിൽ ഫേവറബിൾ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അൺഫേവറബിൾ ആണ്. ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസും. അതിൽ രണ്ടിൻ്റെയും ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് എന്ന് പറയുന്ന ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് മൈനസ് ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ്. ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ്. ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റഡ് ഔട്ട്പുട്ടും ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡും ആക്ച്വൽ പ്രൊഡക്ഷനും ആക്ച്വൽ ഹവേഴ്സും ആക്ച്വൽ ഫിക്സഡ് ഹവേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇതിലും നമ്മൾ ആൻസർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആൻസർ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക, ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇക്വേഷൻസ് പഠിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഈ വേരിയൻസിൽ വരുന്നുള്ളൂ. സോ ഇതുവരെ നമ്മൾ 3 തരത്തിലുള്ള വേരിയൻസുകൾ പഠിച്ചു. മെറ്റീരിയൽ വേരിയൻസും ലേബർ വേരിയൻസും ഓവർഹെഡ് വേരിയൻസും. അതിൽ മെറ്റീരിയൽ വേരിയൻസിൽ 5 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ടത് മെറ്റീരിയൽ കോസ്റ്റും മെറ്റീരിയൽ പ്രൈസും ദെൻ മെറ്റീരിയൽ യൂസേജ് വേരിയൻസും ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ യൂസേജിൻ്റെയും മെറ്റീരിയൽ പ്രൈസിൻ്റെയും കോമ്പിനേഷനാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും മിക്സ് വേരിയൻസിനെയും പറ്റി പറഞ്ഞിരുന്നു. അതൊക്കെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ ഒരു പോർഷൻ മാത്രമാണ്. ദെൻ ലേബർ വേരിയൻസ് ഇതേപോലെ ലേബർ കോസ്റ്റ് വേരിയൻസും ലേബർ റേറ്റ് വേരിയൻസും ലേബർ എഫിഷ്യൻസി വേരിയൻസും പറഞ്ഞു. ഇനി ഓവർഹെഡ് വേരിയൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഫിക്സഡും വേരിയബിളും. അതിൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസും ഇതേപോലെ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്. ദെൻ ഫിക്സഡ് ഓവർഹെഡും ഇതേപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, ഫിക്സഡ് എഫിഷ്യൻസി ഉണ്ട്, ദെൻ ഫിക്സഡ് പിന്നെ എക്സ്പെൻഡിച്ചർ അതായത് വോളിയം ഉണ്ട്. ഇത് ഈ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞു.